Hello, good morning. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning. Good morning. Good morning, ma'am. Morning. Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay. Okay, good morning once again. Start our class. So first of all, all of you mute your device. Will you all mute your device, please? എല്ലാവരും മ്യൂട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. അതുല്യ മുരളി ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ. നൗ സൗണ്ട് ക്ലിയർ ആണോ? എന്റെ സൗണ്ട് ബ്രേക്ക് ആവുന്നില്ലല്ലോ? സോ യുവർ ആൻസേഴ്സ് ക്യാൻ ബി ലൈക്ക് റിയാക്ഷൻസ്. നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾ പറയുന്ന മറുപടികൾ ഒന്ന് റിയാക്ഷൻ ആയിട്ട് അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യോ അല്ലെങ്കിൽ തമ്പായിട്ടോ ഒക്കെ ഒന്ന് കാണിക്കാം. സൗണ്ട് മ്യൂട്ട് മാറ്റണ്ട കേട്ടോ, അൺമ്യൂട്ട് ചെയ്യരുത് ഇപ്പൊ തൽക്കാലത്തേക്ക്. ഫോർ അവർ ക്ലാസ്സസ്, അതായത് ഇൻട്രോ ക്ലാസ് ആണ്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവുമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ വന്നേക്കുന്നത്, നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇൻ ബിറ്റ്വീനിൽ നമ്മൾ സൗണ്ട് അൺമ്യൂട്ട് ചെയ്താലേ ക്ലിയർ ആവില്ല, സൗണ്ട് ബ്രേക്ക് ചെയ്യും. ആഫ്റ്റർ ഓൾ മാത്രമല്ല റെക്കോർഡഡ് ക്ലാസ് ഒക്കെ ഇത് റെക്കോർഡ് ചെയ്ത് അങ്ങോട്ട് ആർക്കെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആകും, അവർക്ക് ഒന്നും മനസ്സിലാവില്ല എന്തൊക്കെയാണ് അവിടെ പറഞ്ഞതെന്നുള്ള കാര്യം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് മ്യൂട്ട് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ ഗിവ് യു സം ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഓഫ് ദിസ് കോഴ്സ്. നിങ്ങളുടെ ഈ കോഴ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങോട്ട് പറയാം. After that, if you have any doubts, last 10 minutes I will give you, you can clear your doubts. Okay. അപ്പൊ ക്ലാസ് ആദ്യം ഞാൻ പറയട്ടെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. അപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാകുമല്ലോ.
അപ്പൊ അത് ക്ലിയർഡ് ആണെങ്കിൽ പിന്നെ അത് ചോദിക്കേണ്ട ആവശ്യം വരില്ല. അല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് കുറെ ചോദിച്ചു ഞാൻ അതിന് മറുപടിയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീരില്ല. ഇന്ന് തീരില്ല. ഇത് ഇൻട്രൊഡക്ഷൻ ക്ലാസ് നമ്മളുടെ ശരിക്കും ക്ലാസ് തുടങ്ങിയാലും തീരാൻ പോണില്ല. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ ഞാനിപ്പോ എന്തൊക്കെയാ പറയുന്നതെന്ന് വെച്ചാൽ അത് കേട്ടുകൊണ്ടിരിക്കാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ഓൾ ഓഫ് യു ടു യുവർ ന്യൂ ബിഗിനിങ് അല്ലെ. ഒരു പുതിയ തുടക്കമാണ്. നിങ്ങൾ എല്ലാവരും ഒരു പുതിയ കോഴ്സ് പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഒരു പുതിയ തുടക്കം അല്ലേ. ഒരു ഫസ്റ്റ് ഒരു പ്രോജക്ട് നമ്മൾ എടുത്ത് അതിന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പോ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ന്യൂ ബിഗിനിങ്. ഒരു നല്ല തുടക്കത്തിന് നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും വിജയാശംസകളും നേരാണ്. ഓക്കെ. ആൻഡ് യു ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ അല്ലെങ്കിൽ ആങ്ഷ്യസ്ലി വെയിറ്റിംഗ് ഫോർ സം ഡൗട്ട്സ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒത്തിരി ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടായിരിക്കും. അതെല്ലാം ക്ലിയർ ചെയ്യാനുള്ള ഭയങ്കര ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും നിങ്ങൾ എല്ലാവരും അല്ലെ. അപ്പൊ ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കാനായിട്ട് ചേർന്നിരിക്കുന്ന കോഴ്സിന്റെ പേര് അറിയാലോ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. വാട്ട് യു മീൻ ബൈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്കിന്റെ അർത്ഥം? എക്കൗണ്ടെങ്കിൽ ഞാൻ ഇവിടെ മ്യൂട്ട് ചെയ്യാം. ഓൾ മ്യൂട്ട് തന്നെ കൊടുക്കാം കേട്ടാ, അല്ലെങ്കിൽ ചിലപ്പോ ഓക്കെ. സോ ഇനി എക്കോ വരില്ല. ഇനി ഉണ്ടോ നോക്കിയേ. എക്കോ ഉണ്ടോ? അപ്പൊ ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്യാതെ ഉണ്ടോ? ഇപ്പോ ഇല്ല. അപ്പൊ മ്യൂട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നിരിക്കും. അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇടയിൽ ഇതുപോലെ അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ ഇനി ചിലപ്പോ ഇതിന്റെ ഇടയിൽ ഇനി ജോയിൻ ചെയ്യുന്നവരും ഉണ്ടായിരിക്കും. അവരും ചിലപ്പോ ഇനി അൺമ്യൂട്ട് ചെയ്യാനായിട്ട് വൈകും. വന്ന് കയറി ജോയിൻ ചെയ്തിട്ടൊക്കെ സമയം എടുക്കുമല്ലോ മ്യൂട്ട് കൊടുക്കാൻ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് കൊടുത്തിട്ട് ഇനി പ്രോബ്ലം ഉണ്ടാവില്ല. സോ ബിഫോർ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിക്കാനുള്ള ഈ കോഴ്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിഷ എന്നാണ്. ഞങ്ങളുടെ സ്ഥലം നോർത്ത് പറവൂറാണ്, എറണാകുളം ഡിസ്ട്രിക്റ്റില്. ഓക്കെ, കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇവിടെ അടുത്ത പ്രദേശങ്ങളിലുള്ള ആരെങ്കിലും ഉണ്ടോ? അടുത്ത പ്രദേശത്ത് നോർത്ത് പറവൂറിന് അടുത്തായിട്ട് ആരെങ്കിലും ഉണ്ടോ? എവിടെയാണ്? അടുത്ത പ്രദേശത്ത് ആരുമില്ല, എല്ലാവരും പുറത്താണ്. വൈപ്പിൻ. ഓക്കെ, വൈപ്പിനിൽ നിന്നുണ്ട്, അടുത്താണ്. ഇനി ആരെങ്കിലും? പാലം മീൻസ് പറവൂർ പാലം എന്ന് പറഞ്ഞ ആലുവ. ഓക്കെ. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ ഫ്രം ഡിസ്റ്റന്റ് പ്ലേസസ് അല്ലെ. കൂടുതലും പുറത്തുനിന്നൊക്കെയാണ്. ചിറ്റാറ്റുകര, അലീന. അപ്പൊ നമ്മുടെ അടുത്ത സ്ഥലം തന്നെയാണ്, നിയറസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ചിറ്റാറ്റുകര. ഓക്കെ, നമ്മളെയൊക്കെ കണ്ടിട്ടുള്ളവരാണോ? അലീന കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും വെച്ച്? ചിറ്റാറ്റുകര എന്ന് പറഞ്ഞത് കൊണ്ടാ ചോദിച്ച. അലീന പോയോ? ഇല്ല, കണ്ടിട്ടില്ല. ഓക്കെ, വെരി ഗുഡ്, നല്ല കാര്യം. അപ്പൊ ഓക്കെ, അപ്പൊ ഞാൻ എന്റെ പേരൊക്കെ പറഞ്ഞല്ലോ അല്ലെ. അപ്പൊ നമുക്കിനി ഫ്രം കർണാടകയിൽ നിന്നും അല്ലേ? കർണാടകത്തൊക്കെ അല്ലേ? ഓക്കെ. സോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. വാട്ട് യു മീൻ ബൈ അഡ്മിനിസ്ട്രേഷൻ? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മാനേജ്മെന്റ് അല്ലെ. മാനേജിങ് ഒരു ഡ്യൂട്ടിയാണ്. സോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ഇറ്റ്? എന്തായിരിക്കും? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാനേജസ് ഓൾ ദ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിന്റെ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രൊസീജിയർ ടു മാനേജ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ. See, when you are going to a hospital, you can see the OP departments in which we are going to register our name. പേര് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, ചീട്ട് എഴുതുന്നു OP-യിൽ പോയിട്ട്. And then they will ask us to wait for the consultation. നമ്മളോട് അവർ വെയിറ്റ് ചെയ്യാൻ പറയും ഡോക്ടറെ കാണാനായിട്ട്. And after when our turn comes, we will enter into the room of the doctor, and doctor will advise or suggest or prescribe some medicines and advices. അല്ലെ. ഡോക്ടർ നമ്മളെ കാണുന്നു, നോക്കുന്നു, എന്തെങ്കിലും അഡ്വൈസ് തരും, സജസ്റ്റ് ചെയ്യും, മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് വി വിൽ കളക്ട് ദാറ്റ് മെഡിസിൻസ് ഫ്രം ദ ഫാർമസി. ഫാർമസിയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മെഡിസിൻ കളക്ട് ചെയ്യുന്നു. ആൻഡ് വി വിൽ ലീവ് ദ ഹോസ്പിറ്റൽ ആസ് സൂൺ ആസ് പോസിബിൾ അല്ലെ. അധികം നേരം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മരുന്നൊക്കെ വാങ്ങിച്ച് വീട്ടിൽ പോയാൽ മതി എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും? പോകുന്നു.
ഇത്രയൊക്കെ നമുക്കൊരു ഹോസ്പിറ്റലിൽ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ചിലപ്പോൾ കുറച്ച് 2 or 3 days വിൽ ബി അഡ്മിറ്റഡ്. നമ്മുടെ രോഗം കുറച്ചുകൂടി ട്രീറ്റ്മെന്റ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്തും നമ്മൾ കിടന്നിട്ടുണ്ട്. പക്ഷേ വി ആർ നോട്ട് അവെയർ ഓഫ് മെനി ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഈ കാണുന്ന കുറച്ച് പരിസരം മാത്രമല്ല, ദർ ആർ മെനി ഡിപ്പാർട്ട്മെന്റ്സ്, ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, മെഡിക്കൽ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റ് ചെയ്തിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്സ് കൂടാതെ ദർ ആർ സം അതർ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ്. ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് വരുന്ന ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ, അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള മറ്റനേകം ഡിപ്പാർട്ട്മെന്റുകളും ഒരു ഹോസ്പിറ്റൽസിലുണ്ട്. ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പൊ ദീസ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഹാവ് ടു ബി മാനേജ്ഡ് വെൽ. ഇതെല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. എന്താണ്? ആൻഡ് ഓൾസോ the hospital has to provide better medical services, patient care to the patients who are coming to the hospital. വരുന്ന പേഷ്യൻസിന് ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള മെഡിക്കൽ കെയർ കൊടുക്കണം എന്നുള്ള ഉദ്ദേശമൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ എൻഷുർ ചെയ്യുക എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാണ്. എന്ന് വെച്ചാൽ വരുന്ന പേഷ്യൻസ് ഹോസ്പിറ്റലിൽ നന്നായി ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ നോക്കുക, വരുന്ന പേഷ്യൻസിന് ബെറ്റർ ക്വാളിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ദീസ് ഓൾ തിങ്സ് കം അണ്ടർ ദിസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഇതെല്ലാം ഉൾപ്പെടുന്നു. അപ്പൊ ഇതെല്ലാം ആസ് എ ഹോൾ, മൊത്തത്തിൽ ഓവറോൾ ഇതിന്റെ ഒരു മാനേജ്മെന്റ്, കോർഡിനേഷൻ, സ്കെഡ്യൂളിംഗ്, ഡിറക്ഷൻസ്, ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ട്രാക്ക് ദ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ. ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ പോകുന്നുണ്ടോ എന്ന് ട്രാക്ക് ചെയ്ത് അതിനെ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാണ്. Why? എന്തിന്? See, nowadays we know that India is the most populous country in the world. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു സ്ഥലമാണ്, ഒരു രാജ്യമാണ് ഇന്ത്യ. ആൻഡ് ഇന്ത്യ പോലുള്ള ഈ രാജ്യത്ത് we know that day by day the health issues are increasing or rapidly increasing എന്ന് തന്നെ പറയാം. അതായത് ഈ ഓരോ ദിവസവും നമുക്ക് കാണാം നമ്മളുടെ നാട്ടില് അല്ലെങ്കിൽ രാജ്യത്ത് ഒരുപാട് പുതിയ പുതിയ രോഗങ്ങൾ, ഭയങ്കര മിനിറ്റുകൾക്കോ സെക്കൻഡുകൾക്കോ ഒക്കെ പെരുകി വരുന്ന വൈറസുകൾ അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരുപാട് രോഗങ്ങളൊക്കെ ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. due to the increased population, ഈ പോപ്പുലേഷൻ ആണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈ ഒരു മേഖല ഇത്രയും അങ്ങോട്ട് വലുതായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള മേഖല ഏത് ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ്, അത് ഇത്രയും ഡെവലപ്പ് ആകാനുള്ള സാധ്യത എന്തുകൊണ്ടാണ്? ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഇൻക്രിമെന്റ് ആണ്. അതായത് ഇത്രയധികം ജനസംഖ്യ വർദ്ധനവ്, ഒത്തിരി ജനങ്ങളുണ്ടെങ്കിൽ ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. കാരണം ഓരോ ആളുകൾക്കും പല പല രീതിയിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ആണ് ഉള്ളത്. സോ അതുകൊണ്ട് nowadays this hospital administration became very popular. ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധ്യതകൾ ഉയർന്നു വന്നു, ഇത്രയും വലിയ പോപ്പുലറായി ഇന്നത്തെ കാലത്ത് ഇത് ഇത്രയും ഭയങ്കര ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ഒരു കോഴ്സായി മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഹെൽത്ത് കെയർ സിസ്റ്റം, hospitals required many skilled professionals on this department. ഈ ഒരു മേഖലയില് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഹോസ്പിറ്റൽസിന്റെ ഓവറോൾ മാനേജ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് പറയാ, കുറച്ച് സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ അത്യാവശ്യം വേണ്ടി വന്നു. അതുകൊണ്ട് എന്താണ് ഇങ്ങനെ ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. ആസ് എ ഹോൾ ഹോസ്പിറ്റലിനെ എന്താ പറയാ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അവരുടെ പ്രവർത്തനങ്ങൾ സ്കെഡ്യൂൾ ചെയ്യാൻ വേണ്ടി, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഡിറക്ട് ചെയ്യാം, അതുപോലെ തന്നെ അതിനെയൊക്കെ ട്രാക്ക് ചെയ്യാം, വെദർ ഓൾ ഈസ് ഗോയിങ് വെൽ, എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് ഈ ഒരു കോഴ്സാണ് ഇതെല്ലാം. അപ്പൊ നമ്മൾ ഓർക്കുക, ഇറ്റ്സ് എ വെരി എന്താ പറയാ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു എന്താ പറയുക അറ്റംപ്റ്റ്, നമ്മൾ ഈ ഒരു ബിഗിനിങ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ്, ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കണം. കാരണം ഇന്ന് നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ ചേർന്നപ്പോ അപ് ടു ദിസ് ടൈം, ഈ ഒരു സമയം വരെ യു മേ ഹാവ് മെനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദിസ്. ഇതിനെ സംബന്ധിക്കുന്ന ഒത്തിരി സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും. എന്താണ് കാശ് കൊടുത്ത് ദൈവമേ കാശ് പോയാ എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, എങ്ങനെയുള്ള ക്ലാസ് ആയിരിക്കും, മെനി ഡൗട്ട്സുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഞാൻ പറയുന്നത് യുവർ ചോയ്സ് ഇസ് ബെറ്റർ വൺ. നിങ്ങൾ ഇന്ന് ഈ ജോയിൻ ചെയ്തിരിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്. ബിക്കോസ് ഹെൽത്ത് കെയർ സിസ്റ്റം, ഹോസ്പിറ്റൽസ് റിക്വയേഴ്സ് മെനി സ്കിൽഡ് പ്രൊഫഷണൽസ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ഈ ഒരു സെക്ടറിൽ
ഒത്തിരി സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ ഇന്ന് അത്യാവശ്യമുണ്ട്. ബിക്കോസ് ഇന്ന് ഈ ഒരു മേഖല ഡെവലപ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിവസം പ്രതി ദിനം പ്രതി പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുവരുന്നു. ഹോസ്പിറ്റൽ മേഖലയിലും മെഡിക്കൽ സയൻസ് അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടർ, ഒരു ഓർഗനൈസേഷൻ ആണെന്ന് പറയാം, കമ്പയർ ടു എനി അതർ ഓർഗനൈസേഷൻ. മറ്റേതെങ്കിലും സംരംഭങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇനി ഒരിക്കലും താഴേക്ക് പോകില്ല. അത് ഇനി ഓരോ പടി മുന്നേറിക്കൊണ്ടേ ഇരിക്കുള്ളൂ. ബിക്കോസ് ഹെൽത്ത് ഇഷ്യൂസ് ഡേ ബൈ ഡേ അല്ലെങ്കിൽ എന്താ പറയാ ദിനം പ്രതി ഇതിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. പോപ്പുലേഷൻ ഇൻക്രിമെന്റ് ഒരു കാര്യമാണ്, ഹെൽത്ത് ഇഷ്യൂസ് അതിന്റെ അപ്പുറം. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഈ ഒരു മേഖല, ഈ ഒരു കോഴ്സ് ഇന്ന് ഇത്ര പോപ്പുലറായി മാറുകയും ചെയ്തു. So we can see many private hospitals, medical colleges, super specialty hospitals, healthcare organizations and also laboratories. ഇതൊക്കെ ഇന്ന് ഈ പറയുന്ന മേഖലയൊക്കെ ഇതിന്റെ അകത്ത് വരുന്നതാ. ഇതിന്റെ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ്. ഇതെല്ലാം തന്നെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ്. സോ to be a part of that healthcare organization, അതിന്റെയൊക്കെ ഒരു ഭാഗമാകുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒരു നല്ല ചോയ്സ് ആണ്. സോ ഫസ്റ്റ് ഓഫ് all of you, all the best for your choice. നിങ്ങൾ ഈ ഒരു കാര്യം തിരഞ്ഞെടുത്തതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നന്മ നേരുന്നു. നിങ്ങൾ എല്ലാവരും ആ തുടക്കം എങ്ങനെയാണോ അതുപോലെ തന്നെ അവസാനിപ്പിക്കാനും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും എല്ലാത്തിനും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കേണ്ട എടുത്ത കോഴ്സ് പാളിപ്പോയോ, ദൈവമേ കാശൊക്കെ പോയോ, വെള്ളത്തിലായോ എന്നൊന്നും വിചാരിക്കരുതട്ടാ. നമ്മളുടെ ചോയ്സ് വേറെ എവിടെയും പോകില്ല. ബിക്കോസ് ഇത് ഇന്ന് ഹോസ്പിറ്റൽ മെഡിക്കൽ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാകുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് അല്ല. പണ്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോ ഇല്ലേ, ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചിലര് സയൻസ് ഗ്രൂപ്പ് എടുക്കും, ചിലര് കൊമേഴ്സ് ഗ്രൂപ്പ് എടുക്കും, ഹ്യൂമാനിറ്റീസ് എടുക്കും, അല്ലെ, അങ്ങനെയൊക്കെ എടുക്കും. ഇന്ന് ഒരുപാട് എന്താ പറയാ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളോട് എന്താ പറയാ ഈ ഇപ്പൊ കൂടുതൽ മാർക്കുള്ളവരൊക്കെ സയൻസിൽ പോകും, മാർക്ക് കുറഞ്ഞവരൊക്കെ കൊമേഴ്സിലേക്കും ഹ്യൂമാനിറ്റീസിലേക്കും ഒക്കെ മാറും കേട്ടോ. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും അല്ല. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ, മാർക്ക് എന്ന് പറയുന്നത് മാത്രം ഒരു എന്താ പറയാ ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു മാനദണ്ഡമല്ല നമ്മളുടെ ഈ പറയുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ. ഇന്ന് പാരന്റ്സ് അവര് പറയുകയാണ്, ബിക്കോസ് മെഡിക്കൽ സിസ്റ്റം ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാകുക. സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ അതിനകത്ത് കയറി പറ്റാൻ പറ്റും എന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യും കുട്ടികളോട്. ബിക്കോസ് അതാണ് ചോയ്സ് കൂടുതലുള്ളത് എന്നൊക്കെ. എന്ന് വെച്ചാൽ കൊമേഴ്സ് എന്താ പറയാ പോരായ്മയുള്ള ആ സബ്ജക്റ്റ് ആണെന്നല്ല, കൊമേഴ്സിലുണ്ട്. ഇന്ന് കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്തോരാ. നമ്മളുടെ പണ്ടത്തെ പോലെയൊന്നുമല്ല. പണ്ടൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു വര വരച്ചിട്ടിട്ട് അതിന്റെ ആ ഒരു പാത വെട്ടിയിട്ടിട്ടേ ഒരു പാത്വേ ഉണ്ടാക്കിയിട്ടിട്ട് അതിൽ കൂടി നടന്നു പോകും. അവരുടെ മുമ്പിൽ കൂടി ആരൊക്കെ പോകണം അവരുടെ പിന്നാലെ നമ്മളും പോകുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു പണ്ട്. പക്ഷെ നവഡേയ്സ് അവരൊക്കെ ബുദ്ധിയുള്ളവരാ കുട്ടികളൊക്കെ. ദേ ഹാവ് ദെയർ ഓൺ ചോയ്സ്. അവർക്കറിയാം എന്ത് തെരഞ്ഞെടുക്കാമെന്ന്. ഈ ഇന്ന കോഴ്സ് എടുക്കാൻ വേണ്ടിട്ട് ഇന്ന ഗ്രൂപ്പ് എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ അച്ഛന്റെയും വാക്കൊന്നും ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. എനിക്ക് ആ ഒരു ഇതിനോടല്ല താല്പര്യം, എനിക്ക് ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ സം അതർ തിങ്, അത് എനിക്ക് ഇന്നതാകാനാണ് എന്ന് അവർ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യും. സോ അവർക്ക് ചോയ്സ് ഉണ്ട്. ബിക്കോസ് അവര് നമ്മൾ കണ്ട് വളർന്ന രീതിയിലല്ലല്ലോ കാര്യങ്ങളെ കാണുന്നത്. ബിക്കോസ് ഇന്ന് നവഡേയ്സ് ദേ ഹാവ് മെനി മീഡിയാസ്. അവരെ ഹെൽപ്പ് ചെയ്യാൻ ഒത്തിരി മീഡിയാസ് ഉണ്ട്. അച്ഛനമ്മയൊക്കെ പേരിന് മാത്രമേ ഉള്ളൂ. അവരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഗൂഗിളാണ്. അവരെയാണ് കൂടുതൽ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബിക്കോസ് അവർക്ക് അവിടെ എന്ത് സെർച്ച് ചെയ്താലും ആൻസർ കിട്ടും. അതുകൊണ്ട് നമ്മളെക്കാൾ കൂടുതൽ ഇന്ന് നമുക്കാണെങ്കിലോ സമയമില്ല ഇവരുടെ കാര്യങ്ങൾക്കൊക്കെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കാൻ. സോ അവർ ഡയറക്ട്ലി ഗോ ടു ഗൂഗിൾ സെർച്ച് ചെയ്യും. അവരുടെ വിരൽത്തുമ്പിലുണ്ടല്ലോ കാര്യങ്ങൾ. അപ്പൊ അവർക്ക് അതിനൊക്കെ ഒരു ആൻസർ കിട്ടും. അപ്പൊ ഇന്ന് നമുക്ക് ഇങ്ങനെ വിവിധങ്ങളായ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് മെഡിക്കൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തില് ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആണ്. അതിന്റെ ഒരു പാർട്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ടു ബിക്കം എ പാർട്ട് ഓഫ് ദാറ്റ് ഹെൽത്ത് കെയർ സിസ്റ്റം ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയുമാണ് എന്നുള്ള കാര്യം മറക്കണ്ട. അപ്പൊ ഇത് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ആ ഒരു ഉദ്യമം വളരെ ചെറുതൊന്നും അല്ലാട്ടാ. ഇപ്പൊ ഒരു ടീച്ചർ ആകുക, അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുക, പോരുക, വലിയ റെസ്പോൺസിബിലിറ്റീസ് ഇല്ല. ഇതെന്ന് പറയുന്നത് ഒരു വലിയ ബേർഡനാണ് നമ്മളെടുത്ത് തലവെക്കുന്നത്. ബിക്കോസ് ഇഷ്ടം പോലെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഒരു ഹോസ്പിറ്റൽസ് എത്ര ഡിപ്പാർട്ട്മെന്റുകളാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, എത്ര ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നു, അല്ലെ ഇവരെല്ലാം മാനേജ് ചെയ്യണം. ഡിഫറെന്റ് പാർട്സ് ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ആസ് എ ഹോൾ ആ ഒരു വേർഡാണ് നമ്മൾ ഉപയോഗിക്കുക. മൊത്തത്തിലുള്ള ഒരു മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റൽസിന് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയി മാറുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അത്രയും ശ്രദ്ധിച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടവരാണ് എന്നുള്ള കാര്യം മറക്കണ്ട.
ഇനി വാട്ട് ഈസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? എങ്ങനെയാണ് നമുക്ക് ഇതിനകത്തേക്ക് ഒരു എന്താ പറയാ എൻട്രി, ഈ ഇതിനകത്തേക്ക് എങ്ങനെ നമുക്ക് പ്രവേശിക്കാം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇഫ് യു ഹാവ് എ +2 ഓർ ഡിഗ്രി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ ദിസ് കോഴ്സ്. ഒരു കോഴ്സ് എടുക്കാം. മാത്രമല്ല ആൻഡ് യു ക്യാൻ ബിക്കം എ പാർട്ട് ഓഫ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. +2 ഒക്കെ പഠിച്ചിട്ടും നമുക്ക് എന്താകാം? ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഭാഗമാകാൻ പറ്റില്ലേ? പണ്ട് അങ്ങനെ ആയിരുന്നില്ല. സയൻസ് എടുത്തവർക്ക് മാത്രമേ അതിന്റെ ഭാഗമാകാൻ പറ്റിയിരുന്നുള്ളൂ അല്ലെ? ഇന്ന് കൊമേഴ്സ് പഠിച്ചവരും ഇതിനകത്ത് ഒരുപാട് പേരുണ്ടായിരിക്കും. +2 കൊമേഴ്സ് എടുത്തവര്. പറഞ്ഞത് ശരിയാണോ? ആരുമില്ല, കൊമേഴ്സ് എടുത്തവർ ആരും ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടില്ല? ഉണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കൊമേഴ്സ് എടുത്താലും നമുക്ക് ഈ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഭാഗമാകാൻ പറ്റും. മറ്റേതെന്നല്ല, കൊമേഴ്സ് എടുത്തവർക്ക് അതിന്റെ പഠിക്കല് ഹോസ്പിറ്റലിൽ രോഗമായിട്ട് പോയി ചികിത്സിച്ചിട്ട് പോരാൻ മാത്രമേ പറ്റുള്ളൂ. അതെ, ഹ്യൂമാനിറ്റീസ് എടുത്തവരും ഉണ്ട്. അല്ലാതെ നഴ്സിംഗ് അല്ലെങ്കിൽ BSc അതുപോലെ തന്നെ എന്താ പറയാ സയൻസ് ഗ്രൂപ്പ് എടുത്തവർക്ക് മാത്രമേ പണ്ടൊക്കെ അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായുള്ളൂ. പക്ഷെ നവഡേയ്സ് ഇന്ന് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് അത് അറിയില്ലേ സയൻസ് മാത്രം എടുക്കാതെയും നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഒരു ഭാഗമാകാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, അപ്പൊ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഭാഗമാകാൻ എനി +2 എനി ഗ്രൂപ്പ് ഓഫ് +2 നിങ്ങൾക്ക് ഉണ്ടായാൽ മതി എന്നുള്ളതാണ്. ആൻഡ് എന്താണ് വാട്ട് ഇസ് ദ സ്കോപ്പ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? എന്താണ് ഇതിന്റെ ഒരു കാഴ്ചപ്പാട്? അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുക്കുന്നത് കൊണ്ടുള്ള ആ ഒരു സ്കോപ്പ് എന്താണ് ഇതിന്റെ ഒരു സ്കോപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ വി വിൽ ഹാവ് ആൻ ആഡ് ഓൺ ടു അവർ എഡ്യൂക്കേഷൻ. നമുക്ക് നമ്മളുടെ എഡ്യൂക്കേഷനിൽ ഒരു അഡീഷണൽ കോഴ്സ് കൂടി നമ്മൾ ആഡ് ഓൺ ചെയ്തു എന്നുള്ളതാണ് ഗ്രേറ്റ് ആൻഡ് ഫസ്റ്റ് തിങ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ്. നമ്മൾ എന്ത് കോഴ്സുകൾ പഠിച്ചുവോ അതിന്റെ ഒപ്പം തന്നെ ഒരു കോഴ്സ് കൂടി നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റി. അത് വലിയ കാര്യമാണ്. കാരണം ഇന്ന് നമ്മൾ എപ്പോഴും പഠിക്കുന്നവരാകണം. എപ്പോഴും എന്താ പറയാ, പഠിച്ചിട്ട് അപ്പൊ തന്നെ ജോലി കിട്ടണം എന്നുള്ളതിനേക്കാൾ ഉപരി എന്ത് കാര്യവും അറിയാനും അത് പഠിക്കാനും ഉള്ള ഒരു എന്താ പറയാ ഉള്ളിൽ ഒരു ഇത് വരില്ലേ, ഒരു എന്താ പറയാ ഒരു തേഴ്സ്റ്റ് അല്ലെ, ഒരു ദാഹം. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചും പല മേഖലകളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ലോകത്ത് ജീവിച്ച് എന്തെങ്കിലുമൊക്കെ കുറെ കാശ് മാത്രം ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമല്ല, ഒത്തിരി നമ്മളുടെ ഒരു നിലനിൽപ്പ് മറ്റുള്ളവരെ അറിയിക്കുകയും ബൈ അവർ സ്റ്റഡി നമ്മൾ പഠിക്കുന്ന കോഴ്സുകളിലൂടെ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ അറിയുകയൊക്കെ ചെയ്യുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ നമ്മുടെ പഠിച്ച കോഴ്സുകളുടെ കൂടെ ഒരു കോഴ്സ് കൂടി നമുക്ക് ആഡ് ഓൺ ചെയ്യാം. ആൻഡ് പ്ലസ് അതോടൊപ്പം തന്നെ യു ക്യാൻ ബിക്കം എ പാർട്ട് ഓഫ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് കോഴ്സസ്. ഇത്തരം കോഴ്സസ് ഒക്കെ പഠിച്ചിട്ട് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാകാനും സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ സ്കോപ്പ്. അപ്പൊ ഒന്ന് നമ്മുടെ അഡീഷണൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കിട്ടി എന്നുള്ളത്, മറ്റൊന്ന് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഭാഗമാകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ എന്താണ് 1+1 ഫ്രീ അല്ലെ, ഒന്നിനൊന്ന് ഫ്രീ ആയിട്ട് കിട്ടി എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ നമ്മൾ വിചാരിക്കും പഠിച്ചതിന്റെ എന്താ പറയാ എഡ്യൂക്കേഷൻ എന്തിനാ. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. എന്ത് കോഴ്സ് പഠിച്ചാലും നമുക്ക് ഒരു കോഴ്സ് പഠിച്ച് ഇപ്പൊ ഡിഗ്രി എടുക്കുന്നു, ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇറങ്ങിയ ജോലി കിട്ടുമോ? കിട്ടില്ല. ഡിഗ്രിയോടൊപ്പം നമ്മൾ പിന്നെ വേറെ അടുത്ത കോഴ്സ് പഠിക്കുന്നു, കിട്ടുമോ? കിട്ടില്ല. എനിക്കറിയാവുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. MSc B.Ed എന്നിട്ട് അതിന്റെ കൂടെ വേണ്ട B.Edന്റെ കൂടെ കുറെ സ്ഥാനമൊക്കെ ആണല്ലോ, ടെറ്റ് സെറ്റ് എന്നൊക്കെ പറഞ്ഞ് നെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കിട്ടിയവരും ഇന്നും തങ്ങളുടെ ഒരു ജോലി എവിടെയെങ്കിലും ഒന്ന് പെർമനന്റ് ആക്കി വെക്കാൻ ഓടി നടക്കുന്ന ഒത്തിരി ആളുകൾ എനിക്കറിയാം. അതിനോ അപ്പൊ എന്തുകൊണ്ട്? അപ്പൊ നമ്മൾ വിചാരിക്കും അത്രയും വിളിച്ചിട്ട് ആ കൊച്ചിന് ജോലി കിട്ടിയില്ലേ. MSc B.Ed എന്റെ ഒപ്പമുള്ള ഒരു കുട്ടിയുണ്ട്. ഇപ്പോഴും അവർക്ക് ഒരു സെറ്റ് ആകാൻ, ഒന്ന് പെർമനന്റ് ആയിട്ട് എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാൻ അവിടെ ഇവിടെ ഓടി നടന്ന് പല ജോലികളും ചെയ്യുന്നുണ്ടായിരിക്കാം. ടീച്ചിങ് ചെയ്യുന്നുണ്ട്, പറ്റുന്ന രീതിയിലൊക്കെ. നമ്മൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ നമ്മളുടെ ഉള്ളിൽ നിന്ന് പറയുന്നത് നമ്മളുടെ എനർജി, നമ്മുടെ സ്മാർട്ട്നെസ് ഒക്കെ വലിയ കൺസ്ട്രെയിന്റുകളാണ്. അപ്പൊ ഇതിനൊക്കെ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അല്ലാതെ ആ കിട്ടിയ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്താ പറയാ എനിക്ക് ജോലി ഇപ്പൊ തന്നെ കിട്ടണം എന്ന് മാത്രം ആഗ്രഹിച്ചിട്ടില്ല. നമ്മുടെ കോഴ്സ് പഠിക്കുന്നതോടൊപ്പം നമുക്ക് കിട്ടുന്ന ഒരു പുതിയ അറിവുകളും പുതിയ മേഖലകളെ കുറിച്ച് നമുക്കുള്ള അറിവും വർദ്ധിക്കും. ആൻഡ് ആഫ്റ്റർ ഓൾ നമ്മുടെ സ്മാർട്ട്നെസ്, കറേജ്, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്, നമ്മളുടെ എന്താ പറയാ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് നമ്മൾ നമ്മളുടെ ഒരു സ്ഥാനം എവിടെയെങ്കിലും ഏതെങ്കിലും ഓർഗനൈസേഷനിൽ ഉറപ്പിക്കാനായിട്ടും നമ്മൾ ശ്രമിക്കണം. ദാറ്റ്സ് ദ തിങ്. അതാണ് ട്രൈ ചെയ്യണം അല്ലെ, ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. സെൽഫ് കോൺഫിഡൻസ് വിൽ ഇൻക്രീസ്, എന്താ പറയാ ഇറ്റ് വിൽ ലീഡ് ടു സക്സസ്. നമുക്ക് അതിനുള്ള ഒരു ആത്മവിശ്വാസം നമ്മൾ നമ്മുടെ മനസ്സിന് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ
എന്താ പറയാ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് ആഫ്റ്റർ ഓൾ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് സക്സസ്. തീർച്ചയായിട്ടും സെൽഫ് കോൺഫിഡൻസ് വിജയത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും. അപ്പൊ പഠനം, ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അതിന് ആ ഒരു പുതിയ കാര്യത്തെ കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുന്നു. അതോടൊപ്പം തന്നെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാകാനും നമുക്ക് സാധിക്കും. എല്ലാവർക്കും പേടിയാണ്, അയ്യോ ഇതിപ്പോ എന്താണോ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കേണ്ടി വരുമോ, അങ്ങനെയൊക്കെ സംശയങ്ങളുണ്ടാകും. വെറുതെ ഇരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വെറുതെ ഇരുന്ന് പോകുന്നത്. നമ്മൾ ഇറങ്ങണം, നമ്മളുടേതായ കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. ഈ ഒരു കോഴ്സ് പഠിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ എല്ലാവർക്കും ഇവിടെ ജോലി തരാം, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എത്രയോ ആളുകൾ, ഒത്തിരി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഇന്നും അവിടെ ഇവിടെയൊക്കെ വെറുതെ നടക്കുന്നു അല്ലെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പൊ ഇതിന് വല്ല സ്പെഷ്യൽ എന്തെങ്കിലും ഇതുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. എന്ത് കോഴ്സ് കഴിഞ്ഞാലും ആഫ്റ്റർ ഓൾ അവർ റെസ്പോൺസിബിലിറ്റി ആണ് എന്ത്, ടു ഫൈൻഡ് എ ജോബ്. നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജോബ് നമ്മൾ തിരഞ്ഞെടുക്കുക. അതിന് ഒത്തിരി നമ്മളുടെ കഴിവുണ്ട്, കേപ്പബിലിറ്റീസ് ഉണ്ട്, അതുകൂടി നമ്മൾ ഇതിനകത്ത് ചേർക്കണം. ആഫ്റ്റർ ഓൾ അതെല്ലാം കൂടി ചേരുമ്പോൾ അത് എന്തിലേക്ക് നയിക്കും? നമുക്കൊരു ജോലി സാധ്യമാകുന്നതിലേക്ക് നയിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഈ ഒരു കോഴ്സ് പഠിച്ചെന്ന് വിചാരിച്ച് ഒന്നും വെറുതെ ആകില്ല. ആഫ്റ്റർ ഓൾ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനെങ്കിലും പറ്റുമല്ലോ. ഇപ്പൊ ഈ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ പഠിക്കുന്നുണ്ട് ഈ ഒരു കോഴ്സിൽ. ബുക്കിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ ഒന്നും അറിവില്ലാത്തവർക്ക് അത് കണക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം, ഒരു സംശയം ഇന്ന് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിലോ അതിന് വരെ സാധിക്കുമല്ലോ. അപ്പൊ ഒരിക്കലും പഠനം, ഏത് കോഴ്സ് പഠിച്ചാലും അതൊന്നും വെറുതെ അല്ല, വെള്ളത്തിൽ വരച്ച വരയല്ല. ഓൾ വിൽ നോട്ട് ഗോയിങ് വേ. എല്ലാം വെറുതെ ആകില്ല. അതെല്ലാം തന്നെ നമുക്ക് പലപ്പോഴും പല സ്ഥലങ്ങളും നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന കൂടിയുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞോ, അയ്യോ എനിക്ക് ജോലി കിട്ടില്ല, അവർക്ക് കിട്ടി, അങ്ങനെ വിചാരിക്കരുത്. മറ്റുള്ളവർക്ക് ചില അറിവുകൾ പകർന്നു കൊടുക്കാൻ. പണ്ടത്തെ കാരണവന്മാരില്ലേ, നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്ത് തരാൻ ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചിലപ്പോൾ വായിച്ചു പഠിക്കുന്നത് തെറ്റായിരിക്കാം, തെറ്റ് തന്നെ വായിച്ചു പഠിക്കും. ബിക്കോസ് നോബഡി ഈസ് ദേർ ടു കറക്റ്റ് us. നമ്മളെ കറക്റ്റ് ചെയ്യാൻ ആരില്ല. കാരണം അവർ പാരന്റ്സ് ആർ നോട്ട് അവെയർ ഓഫ് ദെയർ ബുക്സ്. അവരുടെ ആ ബുക്കുകളൊന്നും അവർ മര്യാദയ്ക്ക് പഠിക്കാത്തതുകൊണ്ട് പണ്ടത്തെ കാരണന്മാരൊക്കെ 3-4 ക്ലാസ് ഒക്കെ പഠിച്ചുള്ളൂ. പക്ഷെ അതും വളരെ ബെസ്റ്റ് പഠനമായിരുന്നു അന്നത്തെ. അവരൊക്കെ നല്ല ഭംഗിയിൽ ഇന്നത്തെ എഴുതും, മലയാളമൊക്കെ നല്ല വൃത്തിയുള്ള ഹാൻഡ് റൈറ്റിംഗ്. ഇപ്പോഴത്തെ 10ാം ക്ലാസ്സിലെ പിള്ളേരുടെ ചില പിള്ളേരുടെ നോട്ട് ബുക്ക് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അവരുടെ പണ്ടത്തെ 4ാം ക്ലാസ്സും ഇന്നത്തെ 10ാം ക്ലാസ്സും നമ്മളൊന്ന് കമ്പയർ ചെയ്താലേ വലിയ ഡിഫറൻസ് ആണ്. കാരണം അത് എന്താണ്, അങ്ങനത്തെ വിദ്യാഭ്യാസമാണ് അന്ന് കിട്ടിയിരുന്നത്. ഇന്ന് ഒത്തിരി മാറ്റങ്ങളുണ്ട്. കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും അത് റിസീവ് ചെയ്യുന്ന കുട്ടികളുടെ മനോഭാവങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ബിക്കോസ് അവരിന്ന് ഒരുപാട് പല കാര്യങ്ങൾക്കും എന്താ പറയാ, അവരിന്ന് അഡിക്റ്റഡ് ആണ്. പലതിലും ഒത്തിരി കുട്ടികൾ മൊബൈലിൽ അഡിക്റ്റഡ് ആണ്, ചിലർ എന്തെങ്കിലും കളിയിൽ അഡിക്റ്റഡ് ആണ്, മൊബൈലിനകത്ത് തന്നെയുള്ള കളികളിലും അഡിക്റ്റഡ് ആണ്. പല കാര്യങ്ങളാണ് അവർക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് അവരൊക്കെ പലതിലും കോൺസെൻട്രേറ്റഡ് ആണ്. ബുക്കിൽ മാത്രം കോൺസെൻട്രേഷൻ ഇല്ല, അതുകൊണ്ടാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് എഴുത്ത് ശരിയാവില്ല. കൃത്യമായിട്ട് ഒരു ചെറിയ സെന്റൻസ് നമ്മളൊന്ന് എഴുതാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര തെറ്റുണ്ടാവുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത്രയും മിസ്റ്റേക്സ് അവർക്ക് മലയാളം എഴുതിയാലുണ്ടാകും. മലയാളം കൂടുതൽ കേട്ടാ, കാരണം മലയാളം ഇത്രപ്പെട്ട കടിച്ചാൽ പൊട്ടാത്ത ലാംഗ്വേജ് ആണല്ലോ. അതുകൊണ്ട് തന്നെ അപ്പൊ അതൊക്കെ പോട്ടെ. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഒരു പഠനവും ഒരിക്കലും വെറുതെ അല്ല എന്നുള്ള കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഐഡന്റിഫൈ, മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം സംശയങ്ങൾ ആയിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ജസ്റ്റ് എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാം, ഒപ്റ്റിമിസ്റ്റിക് ആകുക. നമ്മളെപ്പോഴും ശുഭാപ്തി വിശ്വാസം, നല്ലതിനാണ്, എല്ലാം നല്ലതിനാണെന്ന് ചിന്തിച്ചാൽ എവറിത്തിങ് വിൽ ബി ഓക്കെ. ദെർ വിൽ ബി നോ ഡൗട്ട്സ് റിഗാർഡിങ് എനിത്തിങ് എൽസ്. അപ്പൊ നമുക്ക് പല സംശയങ്ങളും ഉണ്ടാവില്ല ഇതിനെ കുറിച്ച്. ഈ ഒരു കോഴ്സ് നമ്മൾ ഇവിടുന്ന് നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ ട്യൂഷൻ ആണ് കൊടുക്കുന്നത്, നല്ല രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ട്, യു ക്യാൻ റേസ് യുവർ വോയിസ്. നിങ്ങൾക്ക് അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം, ഞങ്ങൾ അതനുസരിച്ച് ചെയ്യാം. പക്ഷെ ഒരിക്കലും വേറെ നല്ല രീതിയിലാണ് ഇത്ര വരെ. നിങ്ങളിപ്പോ 8th ബാച്ച് ആണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് മുമ്പിൽ 7 ബാച്ചസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലതൊക്കെ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു എന്നുള്ളത്. ദാറ്റ് മീൻസ് അത്രയും കൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആയതുകൊണ്ടാണല്ലോ ഇത്രയും ബാച്ചസ് നമുക്ക് തുടങ്ങാനും സാധിച്ചതെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അപ്പൊ അതുകൊണ്ട് പറ്റിക്കലും ഒന്നും ഇല്ല ഞങ്ങൾ എന്നാണ് പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വിശ്വസിക്കാം. ആൻഡ് നിങ്ങളുടെ ചോയ്സ് ബെറ്റർ ആണ്, ബെസ്റ്റ് ആണ്. നല്ല രീതിയിലുള്ള ഒരു ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ കയറി പറ്റാനും പറ്റട്ടെ എന്നാണ്. ഇനി വാട്ട് ഇസ് ദ എയിം ഓഫ് ദിസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? അപ്പൊ വീണ്ടും നമുക്ക് എന്താണ് ഇതിന്റെ ഒരു എയിം, ഇതിന്റെ ഒരു ലക്ഷ്യം എന്താണ്? It is to ensure the hospitals to facilitate quality services to the patients who are coming to the hospital by adopting cost-effective way. അതായത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? വന്നു പോകുന്ന പേഷ്യൻസിന്
നല്ല രീതിയിലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള പേഷ്യന്റ് കെയർ കൊടുക്കുക. എങ്ങനെ? അവരെ ഊറ്റി പിഴിഞ്ഞ് അവരെ എന്താ പറയാ, ഏതെങ്കിലും അവരിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാശ് മുഴുവനും നമ്മുടെ പെട്ടിയിൽ വീഴുന്നത് വരെ അവരെ പിഴിഞ്ഞോണ്ടിരിക്കുന്നതായിട്ടാണോ? അല്ല. കോസ്റ്റ് ഇഫക്റ്റീവ് വേയിൽ വളരെ നല്ല രീതിയിൽ, ചെലവ് കുറഞ്ഞ രീതിയിൽ ബെറ്റർ ക്വാളിറ്റി സർവീസസ്, ചികിത്സ പ്രൊവൈഡ് ചെയ്യുക. അത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, അപ്പൊ അവർക്കാണ് ഡ്യൂട്ടി. ഡോക്ടർമാര് എന്താ പറയുന്നു, ചികിത്സിക്കുന്നു, ഫാർമസിയിൽ നിന്ന് മരുന്ന് കൊടുക്കുന്നു, ഇഞ്ചക്ഷൻ കൊടുക്കുന്നവർ അത് കൊടുക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ അവരുടെ ഡ്യൂട്ടി. പക്ഷെ ഈ കൊടുക്കുന്ന സേവനങ്ങൾ, സർവീസസ് ബെറ്റർ ക്വാളിറ്റിയുള്ള സർവീസസ് ആണോ എന്ന് എൻഷുർ ചെയ്യേണ്ടതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകാൻ പോകുന്ന നമ്മളുടെ ജോലി. മറക്കണ്ട. അപ്പൊ അതൊരു ചെറിയ ഉദ്യമമല്ല, വലിയൊരു കാര്യം തന്നെയാണ്. എവിടെയൊക്കെ പോരായ്മകളുണ്ടോ, പോരായ്മകളൊക്കെ ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ ഹോസ്പിറ്റലിൽ നല്ല സേവനം അവൈലബിൾ ആക്കുക. അപ്പോ പേഷ്യൻസ് വീണ്ടും വീണ്ടും വരും. ചില ഹോസ്പിറ്റൽസിനെ കുറിച്ച് നെഗറ്റീവ് കമന്റുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, പല വീഡിയോസിൽ കേൾക്കാറുണ്ട്, മറ്റുള്ളവർ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇതൊക്കെ എന്താ, ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ആളുകൾ നല്ല രീതിയിൽ അത്തരം അഡ്മിനിസ്ട്രേറ്റിംഗ് ചെയ്യാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പ്രശ്നം. അപ്പൊ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ആളുകൾ അത് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇത്തരം നെഗറ്റീവ് കമന്റുകൾ വരില്ല, അല്ലെ? അത് ഫേം, അതായത് അവരുടെ ഹോസ്പിറ്റലിന്റെ ഗുഡ് വില്ല് ഉയർത്തുകയേ ചെയ്യുള്ളൂ, താഴ്ത്തില്ല. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കേണ്ട ആൾക്കാരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന നമ്മൾ, ആകാൻ പോകുന്ന നമ്മൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും, ഹു ഈസ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ? അപ്പൊ ആരായിരിക്കും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ? നമ്മൾ പറഞ്ഞു, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഭാഗമല്ല, അതിനകത്ത് there are a lot of human resource, അല്ലെ? ഒത്തിരി മാൻ പവർ ഉണ്ട്. ഏറ്റവും ബോട്ടം ലെവൽ തുടങ്ങി വർക്ക് ചെയ്യുന്ന ഏറ്റവും ടോപ്പ് ലെവലിലെ കസേരയിൽ കറങ്ങുന്നവർ വരെയുള്ള ഒത്തിരി ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരിടമാണ് ഹോസ്പിറ്റൽ പോലെയുള്ള ഓർഗനൈസേഷൻ, അല്ലെ? ക്ലീനിങ് ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ടായിരിക്കാം, നഴ്സുമാര് തന്നെ പല എന്താ പറയാ കാറ്റഗറീസ് ഉണ്ട്. നഴ്സ് തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. സ്റ്റാഫ് നഴ്സ് ഉണ്ട്, നഴ്സിംഗ് ഇൻചാർജ് ഉണ്ട്, നഴ്സിംഗ് ഡയറക്ടർ, സൂപ്പർ ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ആ വിഭാഗം തന്നെ ഒത്തിരി ഉണ്ട്. അത്തരം ആളുകള്, അസിസ്റ്റന്റ് നഴ്സുകള്, പിന്നെ എന്താ പറയാ ഡോക്ടേഴ്സ്, പിന്നെ ഇതിന്റെയൊക്കെ മാനേജ്മെന്റുകൾ, PR, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നവര്, ഒത്തിരി ആളുകള് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഹ്യൂമൻ പവർ ആയിട്ട്. അവരെ മാനേജ് ചെയ്യണം. ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യണം. ആൻഡ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവിടുത്തെ സ്റ്റാഫിനെയും മറ്റുമൊക്കെ മാനേജ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്യണം. ഇതൊക്കെ ചെയ്യുന്നത് ഒരു സ്പെസിഫിക് വർക്ക് ഫോഴ്സ് ആണ്, ഒരു സ്പെസിഫിക് സമൂഹമാണ്, ഇൻഡിവിജ്വൽസ് ആണ്, ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് വിളിക്കുക. ഒരാളെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. ഇറ്റ്സ് വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകളാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. They have to manage, control all the activities in the hospital, financial activities, human resources, coordinate all the activities of the hospital. ഓക്കെ, ഇതെല്ലാം ചെയ്യുന്നത് ഈ ഒരു വർക്ക് ഫോഴ്സ് ആണ്. ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. അവര് ആണ് ഹോസ്പിറ്റലിനെ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. മാനേജ്മെന്റും ഒക്കെ ചെയ്യേണ്ടത് ഈ പറയുന്ന ആൾക്കാരാണ്. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ നമ്മളൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആവാനുള്ളവരാണ്. ഓക്കെ, ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഐ ടോൾഡ് യു, നേരത്തെ തന്നെ പറഞ്ഞു, +2. എനി ഗ്രൂപ്പ് ഓഫ് +2 ആണ്. ഇനി മാത്രമല്ല, ഡിഗ്രി ഉള്ളവർക്കും ഇത് ചെയ്യാവുന്നതാണ്. യു ക്യാൻ ബിക്കം ആൻ അണ്ടർ ഗ്രാജുവേറ്റ് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇഫ് യു ഹാവ് കംപ്ലീറ്റഡ് യുവർ +2 ലെവൽ. +2 ലെവൽ കംപ്ലീറ്റ് ചെയ്ത ആർക്കും വേണമെങ്കിൽ ഈ പറയുന്ന അണ്ടർ ഗ്രാജുവേഷൻ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് ചെയ്യാം. ആൻഡ് യു ക്യാൻ ഓൾസോ ബിക്കം എ പാർട്ട് ഓഫ് ദ ഹെൽത്ത് കെയർ. മാത്രമല്ല, ഹെൽത്ത് കെയറിന്റെ ഒരു ഭാഗമാകാനും നമുക്ക് സാധിക്കും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതുകൊണ്ട് ഇറ്റ്സ് എ ബെസ്റ്റ് ചോയ്സ് എന്താ പറയാ, അല്ലെ? ഒരു നല്ല ചോയ്സ് ആണ്. ആൻഡ് യു മേ ഗെറ്റ് മെനി ഗുഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ സിസ്റ്റംസ് ആൻഡ് ഓൾസോ ബിക്കം ദ പാർട്ട് ഓഫ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. ഇതിന്റെയൊക്കെ ഒരു ഭാഗം നിങ്ങൾക്ക് ആകാനും സാധിക്കും. അപ്പൊ +2 ഉള്ളവർക്കാണ് ഇതിന്റെ സാധ്യതകൾ ഉള്ളത്. ഓക്കെ, 10 അല്ല, +2 ആണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ ഏത് കോഴ്സിനും +2 ലെവലാണ് നമുക്ക് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിക്കാം. അതുകൊണ്ട് തന്നെ +2 ലെവൽ തന്നെയാണ് ഇതിന് വേണ്ടത്. അപ്പൊ ഏതാണെങ്കിലും കുഴപ്പമില്ല, സയൻസ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഹ്യൂമാനിറ്റീസ് എടുത്തവർക്കും കൊമേഴ്സ് എടുത്തവർക്കും ആർക്കും ഹെൽത്ത് കെയറിന്റെ ഭാഗമാകാൻ പറ്റുക. അതാണ് വലിയ കാര്യമാണത്. കാരണം ഇതൊന്നും നമുക്ക് കിട്ടിയിരുന്ന ഓപ്പർച്യൂണിറ്റീസ് അല്ല. അന്നൊക്കെ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല. ഇതുണ്ടായിരുന്നിരിക്കാം. ഇത് ഇപ്പോഴാണ് ഇത്രയും പോപ്പുലർ ആയത്. അതെന്തുകൊണ്ടാ? ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏതാണ്? അതിന്റെ റൂട്ട് കാരണം എവിടെ കിടക്കുന്നത്? പോപ്പുലേഷൻ ഇൻക്രീസ് ആണ്. പ്രധാനപ്പെട്ട കാരണം കിടക്കുന്നത് പോപ്പുലേഷൻ ഇൻക്രീസ് ആണ്. പോപ്പുലേഷൻ ഇങ്ങനെ കിടന്ന് പെരുകാൻ തുടങ്ങിയപ്പോ
നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസും റാപ്പിഡ് ആയിട്ട് പെരുകാൻ തുടങ്ങി, റാപ്പിഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങി, ഇരട്ടിച്ചിരട്ടിച്ചാ വരണേ. ഓക്കെ, അപ്പോഴാണ് ഇത്തരം ഈ ഒരു മേഖല നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. കാരണം ഇവിടെ ഒരുപാട് ആളുകൾ ദിനം പ്രതി വന്നു പോയിക്കൊണ്ടിരിക്കുക, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എന്താ പറയാ, VHSC ഇക്വാലന്റ് അല്ലേ +2 സോ പറ്റുമല്ലോ, +2 ഇക്വാലന്റ് ആണല്ലോ. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എന്താ പറയാ ഈ ഹോസ്പിറ്റൽസിലാണ് നടക്കണേ. അതുകൊണ്ടാണ് ഇത്രയും എന്താ പറയാ കോൺസെൻട്രേറ്റ് ചെയ്ത് ഹോസ്പിറ്റലിനെ മാനേജ് ചെയ്യുന്ന ഒരു കോഴ്സ് ഇങ്ങനെ ഒരെണ്ണം പോപ്പുലർ ആയത്. ഇതിനൊരു ഡിമാൻഡ് ഒക്കെ വരാൻ തുടങ്ങിയത് ഇപ്പൊ അടുത്ത കാലഘട്ടങ്ങളിലാണ്, അധികം വർഷങ്ങളൊന്നും മുമ്പല്ല അല്ലെ. ഈ പറഞ്ഞ നമ്മളുടെ എന്താ പറയാ പ്രീ ഡിഗ്രി എന്നൊക്കെ പേര് മാറ്റി +2 ഒക്കെ വന്നൊക്കെ പണ്ടേ തുടങ്ങിയുള്ളതാ, പേരേ മാറിയുള്ളൂ. പഠിച്ചതൊക്കെ പണ്ടത്തൊക്കെ തന്നെ, അതിന്റെയൊക്കെ റൂട്ടൊക്കെ അവിടെ തന്നെ വരുള്ളൂ. ഓക്കെ, അപ്പൊ പക്ഷെ ഈ ഇത്തരം കോഴ്സുകൾ ഇന്നാണ് എമർജ് ചെയ്ത് തുടങ്ങിയത്. ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട് എമർജ് ചെയ്തതും അതുപോലെ ആളുകളുടെ ഇടയിൽ ഇത്രയും പോപ്പുലർ ആയതൊക്കെ ഇപ്പൊ അടുത്ത കാലഘട്ടങ്ങളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ സാധ്യതകളൊക്കെ ഒത്തിരി മനസ്സിലാക്കിയിട്ടാണ് ഒത്തിരി ആളുകൾ ഈ ഒരു കോഴ്സ്. നമ്മളല്ലെങ്കിലും അഡ്വർടൈസ്മെന്റിലൊക്കെ ഇഷ്ടംപോലെ പരസ്യങ്ങൾ കാണുന്നുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ടിവിയിലൊക്കെ എത്രയോ കാണിക്കുന്നു. അപ്പൊ അത് ഇപ്പൊ നിങ്ങൾ തന്നെ ഗൂഗിളിലൊക്കെ നമ്മൾ നേരത്തെ കുട്ടികളുടെ കാര്യം പറഞ്ഞു അല്ലെ, ഗൂഗിളിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം, ബെസ്റ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കോഴ്സസ് ഏതൊക്കെയാണെന്ന് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ പെട്ട് ഈ സാധനം വരും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും നമുക്ക് അതിന്റെ ഇടയിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി എന്നാണ്, അല്ലെങ്കിൽ റോൾ എന്താണ്? See, when you have obtained a degree or diploma level, ഇപ്പൊ നമ്മൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ ഒരു ട്രെയിനി ആയിട്ടൊക്കെ എവിടെയെങ്കിലും കയറുന്നു, നിങ്ങൾ ട്രെയിനിങ് ഒക്കെ പൂർത്തിയാകുക, അല്ലെങ്കിൽ ഇതിന്റെ ഹയർ സ്റ്റഡീസ് ഡിഗ്രിയോ ഡിപ്ലോമയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ബിക്കം എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയി മാറുന്നു. ആൻഡ് ഓൾസോ യു വിൽ ബി എ സ്കിൽഡ് പ്രൊഫഷണൽ to ensure the smooth functioning of various departments in a hospital. ഒരു ഹോസ്പിറ്റലിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളൊക്കെ വളരെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു സ്കിൽഡ് പ്രൊഫഷണൽ ആയിട്ട് മാറാൻ നമുക്ക് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റോള്, പ്രധാനപ്പെട്ട പങ്ക് അതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ കോഴ്സ് പഠിച്ചത് കൊണ്ട് നമുക്ക് എവിടെയൊക്കെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. നമ്മൾ വിചാരിക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണല്ലോ പേര്, സോ ഫെസിലിറ്റി നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസിലായിരിക്കും എന്നായിരിക്കും നമ്മുടെ ചിന്ത. മാത്രമല്ല, അവിടെയും ഉണ്ട് ഹോസ്പിറ്റൽസ് മാത്രമല്ല, there are some other places. നമുക്ക് വേറെയും പല മേഖലകളുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇൻസൈഡ് ദ കൺട്രി ആൻഡ് ഓൾസോ ഔട്ട്സൈഡ് ദ കൺട്രി ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നത്. ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സുകൾ, ക്ലിനിക്കലായിട്ട് പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. പബ്ലിക് ഹെൽത്ത് ഏജൻസീസ് ഉണ്ട്. ഗവൺമെന്റ് ഹെൽത്ത് സർവീസ്, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് അല്ല, ഹെൽത്ത് സേവനങ്ങൾ നൽകുന്ന ഗവൺമെന്റിന്റെ ഒരു എന്താ പറയാ ഒരു ഇതുള്ള എന്താ പറയാ ഗവൺമെന്റ് ഒരു പ്രസൻസ് ഉള്ള അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള എന്തെങ്കിലും ഹെൽത്ത് സർവീസ് സെന്ററുകൾ, അതുപോലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ്, മെഡിക്കൽ ഹെൽത്ത് ഫെസിലിറ്റീസ്, ഇന്റർനാഷണൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, പ്രൈവറ്റ് നഴ്സിംഗ് ഹോംസ്. ഇവിടെയൊക്കെ നമുക്ക് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു സാധ്യത, നമ്മളുടെ ജോലി സാധ്യതകൾ ഉറപ്പുവരുത്താവുന്നതാണ്. ഹോസ്പിറ്റൽസിൽ മാത്രമല്ല, ഇത്രയും അനവധി സാധ്യതകൾ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളിലോ മറ്റു പല ഏജൻസീസിലോ സെന്റേഴ്സിലോ ഒക്കെ അവൈലബിൾ ആണ്. ഒന്ന് അറിഞ്ഞിരിക്കുക. ലബോറട്ടറീസിലൊക്കെ ഉണ്ട്. ഓക്കെ, അതെ. അപ്പൊ ഇതിനൊക്കെ ഒരു മാനേജ്മെന്റ് ആണ് ആവശ്യം. മാനേജ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ, വലിയ ജോലിയായിട്ട് ചെയ്യല്ല, പക്ഷെ പ്രോപ്പർലി മാനേജ് ചെയ്യണം. മാനേജ്മെന്റിന്റെ ആണ് പല സ്ഥലങ്ങളിലും പല വർക്കുകളിലും ഉഴപ്പുണ്ടാകുന്നത് മാനേജ്മെന്റ് ശരിയല്ലാത്തതുകൊണ്ട് അല്ലെ. ഒരു സ്കൂളിലെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ഓർത്ത് നോക്കിയാൽ നിങ്ങള്, നമ്മൾ ചില സ്കൂൾസിനൊക്കെ ഇങ്ങനെ പറയും, ആ ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നപ്പോ അല്ലെങ്കിൽ ആ പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നപ്പോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, നല്ല സ്കൂളായിരുന്നു, നല്ല റിസൾട്ട് അവര് സ്കോർ ചെയ്തിരുന്നു എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. പക്ഷെ ചില ഹെഡ് മിസ്ട്രസോ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ വന്നു കഴിയുമ്പോ ഇപ്പൊ അത് പോയി, എന്താണ് പറയാ, അവിടെ ഇപ്പോഴത്തെ ആ ഒരു സിസ്റ്റം ടീച്ചർ അത്ര അങ്ങോട്ട് സ്ട്രിക്റ്റ് അല്ല, അപ്പൊ കുട്ടികൾ ഉഴപ്പും,
പല 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 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നത്തെ സ്കൂളുകളിലൊക്കെ ഒത്തിരി നമുക്ക് കേൾക്കാലോ. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കുട്ടികളെ തന്നെ പറഞ്ഞു വിടുമ്പോഴും നമ്മൾ ഭയങ്കര ടെൻഷനാണ്. ഓരോ ദിവസവും അല്ലെ കഴിഞ്ഞു വരുമ്പോ ഇന്നത്തെ കാര്യം കഴിഞ്ഞു എന്ന ആശ്വാസമാണ്. കാരണം എന്താ, ഇന്ന് അങ്ങനെയാണ് നമ്മളുടെ ഒരു സൊസൈറ്റിയും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളും ഒക്കെ ഒത്തിരി പ്രോബ്ലമാറ്റിക് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ടെൻഷനാണ് കുട്ടികളുടെ കാര്യത്തിലൊക്കെ നമ്മൾ വിടുമ്പോഴൊക്കെ. അപ്പൊ അതൊക്കെ ടീച്ചേഴ്സിന്റെ കുഴപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് ശരിയല്ലാത്തത് കൊണ്ടാണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ മാനേജ്മെന്റ് ഒരു ഭയങ്കര വലിയൊരു ഫാക്ടറാണ് ഏത് ഓർഗനൈസേഷന്റെ. മാനേജ്മെന്റ് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല, അതും വലിയ കാര്യം തന്നെയാണ്. അപ്പൊ വളരെ ക്ലിയർ ആയിട്ടും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടും ചില സമയങ്ങളിൽ നമ്മൾ ചില തീരുമാനങ്ങൾ ഡിസിഷൻസ് എടുക്കേണ്ടി വരും, കോർഡിനേറ്റ് ചെയ്യേണ്ടി വരും. പല പല കാര്യങ്ങളും നമ്മൾ തന്നെ നമ്മളുടെ ആയ രീതിയിൽ ഐഡിയാസ് കണ്ടുപിടിച്ച് കൊടുക്കേണ്ടി വരും. ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കുള്ളത്, ചില്ലറ കാര്യമൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് നല്ല ഉദ്യമമാണ്, അത് നിങ്ങൾ ഏറ്റെടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ സാലറിയെ സംബന്ധിക്കുന്ന സംശയവും നമുക്കുണ്ടായിരിക്കും. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ 10,000 to 20,000 പെർ മന്ത് സാലറീസ് കൊടുക്കും എന്നാണ്. മാത്രമല്ല ഗവൺമെന്റ് സർവീസസിലൊക്കെ ആണെങ്കിൽ, ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിലോ മറ്റ് സെന്റേഴ്സിലോ ഒക്കെ ആണെങ്കിൽ 30,000 to 40,000 ഇൻ ബിറ്റ്വീൻ ആണ്. ബിറ്റ്വീൻ 30,000 to 40,000 വരെ സാലറീസ് നമുക്ക് ഏൺ ചെയ്യാം. അത് എല്ലാം ഏൺ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു എന്താ പറയാ കറേജ്, അത് നേടിയെടുക്കും വരെ പോരാടിക്കൊണ്ടിരിക്കണം. ട്രൈ അഗൈൻ അല്ലെ. എത്രയും പ്രാവശ്യം നമുക്ക് എന്താ പറയാ പിന്മാറരുത്, നെവർ ഗിവ് അപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പ്രാവശ്യവും നമ്മൾക്ക് കിട്ടി ഒരു വാതിൽ മുട്ടി അടഞ്ഞുപോയി, അടുത്ത വാതിൽ മുട്ടാതിരിക്കണോ? ഇല്ല, തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി ഏതെങ്കിലും ഒരു വാതിൽ ഓപ്പൺ ആകും. ഇനി പ്ലേസ്മെന്റ് ഒക്കെ അതിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ കോഴ്സിനെ സംബന്ധിക്കുന്ന ചില ഡീറ്റെയിൽസ്. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ആരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ആ കോഴ്സിന്റെ സ്കോപ്പ് എന്താണ്, അവരുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റോൾ എന്താണ്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോഴ്സിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ്. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കുറച്ചു പേർക്കെങ്കിലും അയ്യോ ഞങ്ങള് ടെൻസ്ഡ് ആയിട്ട് പോകും, ഇനിയിപ്പൊ എന്താണോ ഉണ്ടാവുക, ഇട്ട കാശ് പോയോ, എന്തൊക്കെയാവും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം എന്റെ വാക്കുകൾ കൊണ്ടുണ്ടായോ? ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടിയോ? എന്തും നമ്മൾ പഠിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. എപ്പോഴും നമ്മളുടെ അവസാനം വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു വിദ്യാർത്ഥി ആയിരിക്കുന്നതിൽ പരം സുഖം എന്താ ഉള്ളത്? ആലോചിച്ച് നോക്കിയാൽ നിങ്ങള്. അങ്ങനെ കിട്ടുന്ന ഒരു അവസരം തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം. അതന്നെയാ ഏറ്റവും നല്ല കാലഘട്ടങ്ങൾ. അതിപ്പോ ഓൺലൈൻ ആയതുകൊണ്ടും നമ്മൾ വിദ്യാർത്ഥിയാവാതിരിക്കുന്നില്ല ഒരിക്കലും. വിദ്യ ആർജിച്ചുകൊണ്ടിരിക്കുന്നവൻ വിദ്യാർത്ഥിയാണ് അല്ലെ. അപ്പൊ ഒരു സ്റ്റുഡന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് നമുക്ക് പല രീതിയിലും നമ്മളുടെ പഴയ കാര്യങ്ങളിലേക്കും ഒക്കെ നമ്മളെ കൊണ്ടുപോകാനും അല്ലെ, മെന്റലി നമ്മളെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികളുടെ കൂടെ ആയിരിക്കാം എന്നുള്ളത് വളരെ ഒരു പോസിറ്റീവ് മൈൻഡ് ആയിരിക്കും. കുട്ടികളുടെ കൂടെ ആയിരിക്കാം. ഒത്തിരി കുട്ടികളുമായിട്ട് ഇടപഴകുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾ മുതൽ മീൻസ് ഒരു 5ാം ക്ലാസ് ഒക്കെ തുടങ്ങി ഡിഗ്രി ലെവൽ വരെയുള്ള കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മൾ അവരുടെ പോലെ എത്ര പ്രായം ഏജ് നമ്മൾ കൂടിയാലും നമുക്ക് ആ ഒരു ഫീൽ വരില്ല. ബിക്കോസ് നമ്മൾ അവരുടെ ഭാഷകൾ, അവര് പറയുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മൾക്കും ക്യാച്ച് ചെയ്യാൻ പറ്റും. മുതിർന്നവരും ഉപയോഗിക്കുന്ന ചില വാക്കുകളും നമുക്ക് പെട്ടെന്ന് വരില്ല. ഓക്കെ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എന്താ പറയാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുട്ടികളിൽ നിന്നാണ്. അപ്പൊ കുട്ടികളായിരിക്കുന്നതാണ് ഏറ്റവും എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാലം എന്ന് പറയുന്നത് ഒരു ആളുടെ ജീവിതത്തില്. അപ്പൊ ഇപ്പൊ നിങ്ങൾ കുട്ടികളായി മാറി. ബിക്കോസ് യു ആർ എ സ്റ്റുഡന്റ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ. ഒരു സ്റ്റുഡന്റ് ആണ്. നല്ല ഒരു കാലഘട്ടമാണ് നിങ്ങൾ ഈ 6 months. അത് കഴിയുമ്പോൾ ഇതിന്റെ ഹയർ സ്റ്റഡീസ് ഒക്കെ നടത്തി നിങ്ങൾ നല്ല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആവട്ടെ. അപ്പൊ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ നമുക്കൊക്കെ ഒന്ന് പറയണം അല്ലെ. കാണുമ്പോ അല്ലെങ്കിൽ വിളിച്ചെങ്കിലും ഞാനിങ്ങനെ ആയി, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഇന്ന സ്ഥലത്ത് ആ ഒരു കോഴ്സ് പഠിച്ചതുകൊണ്ട് ജോലി കിട്ടുന്നത് വരെ പോയിക്കൊണ്ടിരിക്കണം. അല്ലാതെ പഠിക്കുന്നതും ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചു, അത് എന്റെ പേഴ്സണൽ ഡെവലപ്മെന്റ് ആണ്. പഠിച്ച കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ ഉണ്ട്, അതല്ലെങ്കിൽ മറ്റുള്ളവർക്കുമായിട്ട് അത് ഷെയർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു വ്യക്തിപരമായ വളർച്ചയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സമൂഹത്തിനൊരു വളർച്ചയുണ്ട് നമുക്ക് അല്ലെ. സോഷ്യൽ ഒരു സ്റ്റാറ്റസ് ഉണ്ട് നമുക്ക്. അതെങ്ങനെയാ? അതാണ് ഈ പറയുന്ന ജോലിയൊക്കെ. അപ്പൊ പേഴ്സണൽ ഡെവലപ്മെന്റ് ഫസ്റ്റ്, അതിനാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ആണ് നമ്മൾ സൊസൈറ്റിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് സൊസൈറ്റീനെ കൂടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് കിട്ടണം. അതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ ഇടയിൽ അതെ ആള് ഇന്ന ജോലിക്കാരിയാണ്, അല്ലെങ്കിൽ ഇന്ന അതാണ് പുള്ളിക്കാരി ചെയ്തത് എന്നൊക്കെ മറ്റുള്ളവർ പറയുമല്ലോ. അത് നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഇസ് ദ സെക്കൻഡ് തിങ്. അത് രണ്ടാമത്തെ കാര്യമാണ്.
വ്യക്തിപരമായ വളർച്ച തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഓഫ്റ്റർ ഓൾ നിങ്ങൾ ഇതൊക്കെ പഠിച്ചെന്ന് വിചാരിച്ചിട്ട് യാതൊരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട. നല്ല രീതിയിൽ എല്ലാവരും അങ്ങനെയൊക്കെ ആകാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക അൺടിൽ യു ഗെറ്റ് എ ജോബ്, കിട്ടുന്നത് വരെ. ഇനി ഇതിന്റെ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് തരാനുണ്ട്. എന്ന് പറയുന്നത് നമ്മളുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് ആഫ്റ്റർനൂൺ 1:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഉച്ചയ്ക്കാണ് നിങ്ങളുടെ ക്ലാസ്സുകൾ. 1:30 to 1.5 hours ആണ് നിങ്ങളുടെ ക്ലാസ്സസ്. 1:30 തുടങ്ങുന്ന ക്ലാസ് 1.5 മണിക്കൂർ ക്ലാസ് ആയിരിക്കും ഡെയിലി. ദാറ്റ് മീൻസ് മൺഡേ ടു ഫ്രൈഡേ, തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി വരെ. ഓക്കെ, 1.5 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് 1.5 മണിക്കൂർ തന്നെയാണ് ക്ലാസ്. 1.5 മണിക്കൂർ ഒരു ടീച്ചർ ആയിരിക്കും ക്ലാസ് അന്നത്തെ ദിവസം. അടുത്ത ദിവസം വേറെ ടീച്ചർ. അപ്പൊ 2-3 ടീച്ചേഴ്സ് ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു ക്ലാസിന്റെ ടീച്ചേഴ്സിന്റെ ആ ഒരു ടൈം ടേബിളിൽ വരിക. ഓക്കെ, 1:30 തുടങ്ങുന്ന ക്ലാസ് 1.5 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എപ്പോ എൻഡ് ചെയ്യും ക്ലാസ് അറിയാമോ? എത്ര മണിക്ക് തീരും ക്ലാസ് അറിയോ? പറയില്ല, ടൈപ്പ് ചെയ്യൂ. 3 മണിക്ക്. വെരി ഗുഡ് വർഷ. അപ്പൊ നമ്മളുടെ ക്ലാസ് 3 മണിക്ക് തീരും. ഓക്കെ, അപ്പൊ 3 മണി വരെ, 1:30 മുതൽ 3 മണി വരെ ഒക്കെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുന്നവര് തീർച്ചയായിട്ടും 1:30 എന്നുള്ളത് കറക്റ്റ് 1:30ക്കും. അല്ലെങ്കിൽ ബസ് കിട്ടിയില്ല, അടുത്ത ബസ്സിൽ കയറിയ വന്നേന്നൊക്കെ പറഞ്ഞ് ലേറ്റ് ആകുമ്പോൾ നമ്മൾ പഴയ പണ്ട് പല നുണകളൊക്കെ പറയായിരുന്നില്ലേ ക്ലാസ്സിൽ ചെല്ലുമ്പോ? അങ്ങനത്തെ നുണകളൊക്കെ പറയാതെ നേരത്തെ ഒരു 5 മിനിറ്റ് മുമ്പേ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടാവും. ഇവിടുത്തെ ഒരു 15 മിനിറ്റ്സ് മുമ്പേ നിങ്ങളുടെ ക്ലാസ് റൂം ഓപ്പൺ ആയിരിക്കും, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അല്ലാതെ ഓടി വന്ന് ലേറ്റ് ആയിട്ടൊക്കെ കയറരുത്. അപ്പൊ ബുദ്ധിമുട്ടാണ് ടീച്ചേഴ്സിനും. നിങ്ങൾക്ക് തുമ്പും വാലൊക്കെ കിട്ടില്ല. അപ്പൊ പിന്നെ ബുദ്ധിമുട്ടല്ലേ ക്ലാസ് എടുക്കുന്നത്. ഇനി അവരവരുടെ ടീച്ചേഴ്സ് കയറി അവരുടെ ക്ലാസ്സുകളൊക്കെ എടുക്കും. മൺഡേ തുടങ്ങി ഫ്രൈഡേ വരെ ആയിരിക്കും ക്ലാസ്. പിന്നെ എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്യപ്പെടും. ലൈവ് ഇപ്പോഴും ഈ ക്ലാസ് ഇവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻട്രോ ക്ലാസ് ഇറ്റ് വിൽ ബി റെക്കോർഡഡ് ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബി സെൻഡ് ടു യുവർ ഗൂഗിൾ ക്ലാസ് റൂം. ഗൂഗിൾ ക്ലാസ് റൂം വഴിയാണ് നിങ്ങളുടെ നോട്ട്സും റെക്കോർഡഡ് ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകൾ ഡെയിലി മോക്ക് ടെസ്റ്റിന്റെ ആയിരിക്കും. എടുക്കുന്ന ഭാഗത്തെ സംബന്ധിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ടെക്നിക്കൽ വിഭാഗമാണ് കൈകാര്യം ചെയ്യാൻ. നമ്മൾ അങ്ങോട്ട് കൊടുക്കും, അവരത് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യും. അവിടെ നിങ്ങളത് ആൻസർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡെയിലി മോക്ക് ടെസ്റ്റ് അത് അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളത് ഒരു നോട്ട്ബുക്കിലും എഴുതി വെച്ചോ. അപ്പൊ ഓരോ ടീച്ചേഴ്സ് വന്ന് ക്ലാസ് എടുക്കാനായിട്ട് അവരുടെ ആ ടീച്ചേഴ്സിന്റെ പേരിൽ ഓരോ നോട്ട്ബുക്ക് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ഈ നമ്മൾ കൊടുക്കുന്ന ഈ ക്ലാസ്സുകളുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിന്റെ നോട്ട്സ് നമുക്ക് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ എന്താ പറയാ സ്റ്റേറ്റ് ആണ് നിങ്ങൾ എല്ലാവരും ഉള്ളത്. അവിടെയൊക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. മാത്രമല്ല അതിനേക്കാൾ നല്ല ഇന്നത്തെ ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നു. ഇന്നത്തെ നമ്മൾ മാറുമല്ലോ, മൊത്തം ടെക്നോളജി മാറുമ്പോൾ നമ്മൾ മാറുമല്ലോ അല്ലെ? തീർച്ചയായിട്ടും. അപ്പൊ എങ്ങനെയായിരിക്കും? നോട്ട്സ് വിൽ ബി സെൻഡ് ടു യുവർ ഗൂഗിൾ ക്ലാസ് റൂം. 35 ചാപ്റ്റേഴ്സ് ആണ്. നമ്മൾക്ക് മൊത്തം 52 ചാപ്റ്റർ ഉണ്ട്. ഈ 52 ചാപ്റ്ററുകൾ 1, 2, 3, 4 എന്ന് 4 മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 1ഉം 2 മൊഡ്യൂൾ ആയിരിക്കും ആദ്യം നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ആദ്യം, അതായത് നിങ്ങളുടെ ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് 1ഉം 2ഉം മൊഡ്യൂൾസിലുള്ള 35 ചാപ്റ്റേഴ്സ് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അതിന്റെ പ്രിന്റ് ഔട്ടുകൾ എടുത്ത് ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ നിങ്ങൾക്ക് സൂക്ഷിക്കാം അല്ലെ? അത് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് അതൊക്കെ എല്ലാവർക്കും പേര് എഴുതി അങ്ങോട്ട് അയക്കുമ്പോ എക്സ്പെൻസീവ് ആണ്. വെറുതെ എന്തിനാ നമ്മൾ അത്രയും കാശുകൾ അതിനേക്കാൾ നല്ലത് എന്താ ചെയ്യാ, നമ്മൾക്ക് ആ നോട്ട് അവിടെ സെൻഡ് ചെയ്യണ്ടല്ലോ. നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ 2-3 ചാപ്റ്റേഴ്സ് വെച്ച് അതിന്റെയൊക്കെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് അവിടെ വെക്കാം. അപ്പൊ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ യു ക്യാൻ ഓൾസോ ഗോ ത്രൂ ഇറ്റ്. ആ ഒരു നോട്ടിലൂടെ നിങ്ങൾക്കും കണ്ടുപിടിക്കാം ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതൊക്കെ ശരിയാണോ എന്നറിയാം. അവിടെ എന്തെങ്കിലും പഠിപ്പിക്കാതെ വിട്ടു പോകുന്നുണ്ടോ അതും നോക്കാം. ഓക്കെ, എവരിതിങ്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ നോട്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, ക്ലാസ് റൂമില് ക്ലാസ്സിലെ ടീച്ചേഴ്സ് എത്ര പേരുണ്ടെന്ന് അനുസരിച്ച് അത്രയും നോട്ട്ബുക്ക്, ഞാനിപ്പോ പറഞ്ഞല്ലോ ഒരു 3 നോട്ട്ബുക്ക് ഇപ്പൊ വെക്കി തൽക്കാലം. ഇനി അതിൽ കൂടുതൽ ഒരു നോട്ട്ബുക്ക് കൂടി വേണമെന്ന് പറഞ്ഞാൽ ആ ടീച്ചർ വന്നിട്ട് 3 നോട്ട്ബുക്ക് എന്നല്ലേ പറഞ്ഞോളൂ എന്ന് പറയണ്ട. അത് ടീച്ചേഴ്സ് വരുന്നതിന്റെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾ നോട്ട്ബുക്ക് വെക്കുക. അപ്പൊ അവര് അവരുടെ ക്ലാസ് എടുത്തിട്ട് പോകും. 35 ചാപ്റ്റർ 1ഉം 2ഉം മൊഡ്യൂൾസിലുണ്ട്. ആ 35 ചാപ്റ്റർ ഈ വരുന്ന ടീച്ചേഴ്സ് ആയിട്ട് എടുത്തു തീർക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണമൊക്കെ വിട്ടുപോയാൽ മനുഷ്യന്മാരുടെ അവസ്ഥയല്ലേ? മനുഷ്യരാണ് ഞങ്ങൾ എല്ലാവരും. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ മിസ്സായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ അത് ഓർമ്മിപ്പിക്കണം. ടീച്ചറെ പിന്നെ ഒരു ചാപ്റ്റർ വിട്ടിട്ട് 35 ആയില്ലല്ലോ എന്നൊന്ന് പറഞ്ഞേക്ക്. ഓക്കെ പോയിക്കോളൂ.
അപ്പൊ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നോട്ടൊക്കെ അവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ നോട്ട് തന്നെയാണ് നിങ്ങളുടെ നോട്ട്. വേറെ എക്സ്ട്രാ നോട്ട് വേറെ ഒന്നും നോട്ട് ബുക്കിൽ എഴുതാനായിട്ട് വേറെ ഒന്നും തരില്ല ഇവിടുന്ന്. ഏത് ഗൂഗിൾ ക്ലാസ് റൂം വഴി തരില്ല. ഇനി ചില എക്സ്ട്രാ നോട്ട്സ് ഉണ്ടെങ്കിൽ അത് ടീച്ചേഴ്സ് ചിലപ്പോൾ ചില വേർഡ്സിന്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കാം, ചില കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആക്കി തരാനുണ്ടാകുന്ന ചില ഡെഫിനിഷൻസോ മറ്റെന്തെങ്കിലും ഒക്കെ ആയിരിക്കാം. അത് ടീച്ചർ നോട്ട് ചെയ്യാൻ പറയുമ്പോൾ അത് ക്ലാസ്സിൽ വെച്ച് ടീച്ചേഴ്സ് ക്ലാസ്സിൽ തന്നെ ഡിക്റ്റേറ്റ് ചെയ്തു തരും. അത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. അതായത് ടീച്ചറിന്റെ പേര് എഴുതി, ടീച്ചേഴ്സ് വരുമ്പോൾ അവരുടെ പേര് പറയും, അന്നേരം എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ അതനുസരിച്ച് ആ നോട്ട്ബുക്കിൽ അത് എഴുതി വെക്കാം. ഓക്കെ, പിന്നെ ഓരോ മൊഡ്യൂൾസ് നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിന്റെ കാര്യം പറഞ്ഞു. ആ ഒരു 2 മൊഡ്യൂൾ കഴിയുമ്പോൾ ഒരു എക്സാം ഉണ്ടാകും. 60 മാർക്കിലായിരിക്കും എക്സാം. പിന്നെ തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ കഴിയുമ്പോൾ അടുത്ത എക്സാം ഉണ്ടായിരിക്കും. അതും 60 മാർക്കിലായിരിക്കും എക്സാം. ആഫ്റ്റർ ഓൾ എല്ലാ 4 മൊഡ്യൂൾസും കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ എക്സാം ആയിരിക്കും. വിൽ ബി ഔട്ട് ഓഫ് 100 മാർക്സ്. അത് 100 മാർക്കിലായിരിക്കും. ഇനി കൂടാതെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് തരുന്നത് ഇതിന്റെ കൂടെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനൊപ്പം തന്നെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് എന്താ പറയാ ഇംഗ്ലീഷ് ക്ലാസ്സും നിങ്ങൾക്ക് ഇതിനകത്ത് തരുന്നത്. വൺസ് ഇൻ എ വീക്ക് കേട്ടോ, ആഴ്ചയിൽ ഒരിക്കലും ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ്സും ഇതിന്റെ ഒപ്പം ഉണ്ടായിരിക്കും. അപ്പൊ ആ ഇംഗ്ലീഷ് എന്താ പറയാ അതും അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനോടൊപ്പം ആഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഇംഗ്ലീഷിന്റെയും ക്വസ്റ്റ്യൻ ഉണ്ടെന്ന്. അല്ലാണ്ട് ഇംഗ്ലീഷ് വേറെ സെപ്പറേറ്റ് പേപ്പർ അല്ല. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 1ഉം 2 മൊഡ്യൂൾ എക്സാം നടക്കുമ്പോൾ അതേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷിന്റെ കൂടി ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകുക. അതുപോലെ എല്ലാ എക്സാമിനും, അതുപോലെ ലാസ്റ്റ് എക്സാമിനും അതുപോലെ തന്നെ ഫൈനൽ എക്സാമും. അല്ലാണ്ട് ഇംഗ്ലീഷ് വേറെ പേപ്പർ അല്ല എന്നാണ് ഉദ്ദേശിച്ചത്. PSC എക്സാം വരുമ്പോ കണ്ടിട്ടില്ലേ, എല്ലാം കൂടി കൂട്ടിക്കലർത്തി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ പറഞ്ഞാൽ നിങ്ങൾക്ക് PSC ഇംഗ്ലീഷ് ഉണ്ടാവും, മാത്സ് ഉണ്ടാകും. അതുപോലെ ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഈ ചാപ്റ്റേഴ്സ് വെച്ചിട്ട് അത് ഒരു പരീക്ഷ, അതിന്റെ കൂടെ തന്നെ ഇംഗ്ലീഷിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ എല്ലാ ദിവസവും 1.5 മണിക്കൂർ ക്ലാസ് ആണെന്ന് പറഞ്ഞു. ആൻഡ് അവർ ക്ലാസ്സസ് വിൽ ബി സ്റ്റാർട്ടിംഗ് ഓൺ 25th 25 ജൂലൈയിലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ. നെക്സ്റ്റ് തേഴ്സ്ഡേ അല്ലെ, വ്യാഴാഴ്ചയല്ലേ 25-ാം തീയതി എന്ന് പറയുമ്പോ നോട്ട്സും അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസും എല്ലാം തന്നെ നോട്ട് ഇപ്പൊ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അങ്ങോട്ട് സെൻഡ് ചെയ്ത് തരും കേട്ടോ. ഒരുമിച്ചാണ് സെൻഡ് ചെയ്യുക. 35 ചാപ്റ്റർ ആദ്യം തന്നെ സെൻഡ് ചെയ്യും. അപ്പൊ അതൊക്കെ നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഈ കുറേശ്ശെ എടുത്ത് വെക്കുക. എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഗൂഗിൾ ക്ലാസ് റൂം വഴിയായിരിക്കും നിങ്ങൾക്ക് സെൻഡ് ചെയ്യപ്പെടുക. വേറെ ഒരിടത്തും കിട്ടില്ല. നിങ്ങളുടെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ മോർണിംഗ് സെഷനിലോ ഉള്ള ക്ലാസ്സിലുണ്ട്, അവരുടെ നോട്ട് മേടിച്ച് കാണാം, കേൾക്കാം, ആ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ചെയ്യരുത് ഒരിക്കലും. ബിക്കോസ് അവിടെ ചിലപ്പോ ഒരു പടി ചിലപ്പോ മുന്നോട്ടായിരിക്കാം ആ ക്ലാസ് പോയിരിക്കുന്നത്, ചിലപ്പോ ഒരു പടി താഴോട്ടായിരിക്കാം. അങ്ങനെയുള്ള ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നറിയോ, അവിടുത്തെ ക്ലാസ്സിൽ പോയിട്ട് ആ നോട്ട് നോക്കും. എന്നിട്ട് പറയും, ഇത് എന്റെ ക്ലാസ്സിൽ എടുത്തിട്ടില്ലല്ലോ, എന്റെ റെക്കോർഡ് ക്ലാസ്സിൽ ഇതില്ലല്ലോ എന്നൊക്കെ പറയും, കംപ്ലൈന്റ് പറയും. അതൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം നമുക്കറിയാം ഇവിടെ ചില്ലറ കുട്ടികളല്ല, 155 സ്റ്റുഡൻസ് തന്നെ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇത്രോ ക്ലാസ്സിൽ. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഇസ് അറൌണ്ട് 200 സ്റ്റുഡൻസ് ആണ് ഈ എന്താ പറയാ നൂൺ ബാച്ചിലുള്ളത്. അത്രയും കുട്ടികളൊക്കെ കയറി ഇരുന്നിട്ട് ഇങ്ങനെയുള്ള കുറെ സംശയങ്ങളൊക്കെ ടീച്ചേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ ക്ലാസ്സിൽ നടക്കുന്ന നേരം ഉണ്ടാവില്ല. അതുകൂടിയൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ നമ്മള് ക്ലാസ് റൂം കോഡൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. വെയിറ്റ് അൺടിൽ 25th മുമ്പ് എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും അതുപോലെ തന്നെ നോട്ട്സും ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. ക്ലാസ്സസ് ടീച്ചേഴ്സ് എടുക്കുമ്പോൾ കൃത്യമായി ശ്രദ്ധിച്ചിരിക്കുക. ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്സുകളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവിടെ തന്നെ ചോദിക്കണം. ആ ടീച്ചേഴ്സിനോട് അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകാം മുന്നോട്ട്. അല്ലെ, റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണുന്നവർക്കും ചിലർക്ക് അപ്പൊ ഞങ്ങളുടെ ഡൗട്ട്സ് എങ്ങനെ ക്ലിയർ ചെയ്യും? അതിനുള്ള ഏക പോംവഴി ഇത്രയേ ഉള്ളൂ. ഈ റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണുന്നവർക്ക് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് അതെല്ലാം ഒന്ന് കളക്ട് ചെയ്ത് വെക്കാം, നോട്ട് ചെയ്ത് വെക്കാം. സമയം കിട്ടുമ്പോ എപ്പോഴെങ്കിലും ഏതെങ്കിലും ദിവസം ഒന്ന് കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ക്ലാസ് നടക്കുന്ന ആ ടീച്ചറിന്റെ ഏതെങ്കിലും ഇന്ന ടീച്ചറിന്റെ ടൈം ടേബിൾ ഒക്കെ തരുമല്ലോ, അപ്പൊ ടീച്ചർ കയറുന്ന ഒരു ദിവസം പറ്റുമെങ്കിൽ എവിടെയായിരുന്നാലും ഇപ്പൊ നമുക്ക് സുഖമല്ലേ, ക്ലാസ് എന്താണ് പറയാ, നമുക്ക് മൊബൈലിനകത്ത് കാണുമല്ലോ. എവിടെയാണെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് ആ ക്ലാസ്സിലൊന്ന് കയറിയിട്ട് ജോയിൻ ചെയ്ത് ടീച്ചറോട് ചോദിക്കാം, ടീച്ചറെ ഇന്ന അന്ന് എടുത്ത ആ ഭാഗത്ത് എനിക്കൊരു ക്ലിയർ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് ചോദിക്കാം. അല്ലാതെ ടീച്ചേഴ്സിന്റെ പേഴ്സണൽ നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞു തന്നതാണ്. കാരണം നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആണ്. ആഫ്റ്റർ ഓൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെയും നമുക്ക് അറിയാലോ, എല്ലാവർക്കും കുട്ടികളും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടുള്ളവരുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ പിന്നെയും ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലല്ലോ.
ആഫ്റ്റർ ഓൾ ഇവിടെ ഒത്തിരി ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടാ പിന്നെ വീട്ടിൽ പോണേ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഓരോരുത്തരുടെ ഒരാൾക്ക് നമ്മൾ നമ്പർ കൊടുത്തു ഇൻ കേസ് അതുകൊണ്ടാ പറ്റിയേ, ഒരാൾക്ക് കൊടുത്തു. അപ്പൊ അടുത്ത ആൾ ചോദിക്കാം അപ്പൊ എനിക്ക് സംശയമുണ്ടല്ലോ കാര്യം വിളിക്കും. പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ ആയോ? ആൻഡ് നിങ്ങൾക്കൊക്കെ ഒരു കോൺഫിഡൻസ് വന്നോ ഈ ഒരു കോഴ്സ് പഠിക്കാനുള്ള? ഒന്നുകൂടി എനർജി കിട്ടിയോ? എനർജി കിട്ടി എന്ന് പറയുന്ന. ഓക്കെ, അതായത് നമ്മൾ എന്ത് പഠിച്ചാലും ആഫ്റ്റർ ഓൾ നമ്മളുടെ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സസ് അത്ര മോശമായിരിക്കില്ല. കാരണം നമ്മളിപ്പോ ഇത്രയും ബാച്ചസ് ഇവിടെ നടത്തിയിട്ടുണ്ട്, കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത്രയും മോശമായിട്ട് വരാൻ സാധ്യതകളില്ല. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, അതായത് ക്ലാസ്സുകൾ ക്ലിയർ ആകുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ടോപ്പിക് വൈസ് അല്ല, അത് പാഠത്തിന് ബേസ് ചെയ്തല്ല, അല്ലാത്ത എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആഫ്റ്റർ ഓൾ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ എടുക്കാൻ വരുന്ന മിസ്സിന്റെ ഇന്ന ക്ലാസ്സിൽ വരുമ്പോൾ ആ ടീച്ചറോടൊന്ന് പറയാൻ മിസ്സിനൊന്ന് ഒരു സംശയം ചോദിക്കാനാണെന്ന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ കം ആൻഡ് ക്ലിയർ യുവർ ഡൗട്ട്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വന്ന് ക്ലിയർ ചെയ്യും. അല്ലാതെ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഡൗട്ട്സ് നിങ്ങൾ അവരോട് ചോദിക്കരുത്. അവരുടെ ക്ലാസ്സുകൾ മൂവ് ചെയ്യില്ല. അവിടെ നിങ്ങൾ അവരെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഒരാൾ ചോദിക്കാൻ തുടങ്ങും, അപ്പൊ അടുത്ത ആൾക്ക് വേറെ ചോദ്യം വരും, പിന്നെ ആൾക്ക് പിന്നെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ക്ലാസ്സുകളിൽ ഭയങ്കര എന്താ പറയാ ഡിസ്റ്റർബ്ഡ് ആകും. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കാതെ നിങ്ങളാണ് അവർക്ക് സമയം കൊടുക്കണ്ടേ. നമ്മുടെ മാക്സിമം നമ്മൾ അവരെ യൂസ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് മനസ്സിലാക്കി പോകുക. ഡൗട്ട് ഉണ്ടെങ്കിൽ അന്നേരം തന്നെ ചോദിച്ചോ, ടൈപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി. ടീച്ചർ അവരെ അപ്പൊ തന്നെ റിപ്ലൈ തരും, ഒന്നുകൂടി മനസ്സിലാക്കി തരും. ഒന്നും കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് എല്ലാവരും ഒരുപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളല്ല ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത് അല്ലെ. +2 മുതൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസും ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ അല്ലെ, വലിയ ക്വാളിഫിക്കേഷൻ ഉള്ള ഒത്തിരി ജോലികളിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇതിനകത്തുണ്ട്. അതിനോ പക്ഷെ സംശയങ്ങള് അപ്പൊ വരാൻ സാധ്യതകളുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകുക. അപ്പൊ പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. റിഗാർഡിംഗ് യുവർ ടോപ്പിക്സ് ഡൗട്ട്സ് ആണെങ്കിൽ ടീച്ചേഴ്സിനോട് തന്നെ ചോദിക്കാം. മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ആണെങ്കിൽ നിങ്ങളൊന്ന് സൂചിപ്പിച്ചാൽ മതി. അന്നേരം ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ 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 ആണോ? കറക്റ്റ് ടൈമിംഗ് ആണ്. ഐ തിങ്ക് യുവർ കോൺഫിഡൻസ് ലെവൽ ഹാസ് ബീൻ ഇൻക്രീസ്ഡ് എന്ന് തോന്നുന്നു അല്ലെ. കുറച്ചുകൂടി കോൺഫിഡന്റ് ആയോ നിങ്ങൾ പഠിക്കുന്ന കാര്യത്തില്? പിന്നോക്കെ പോകരുത്. എല്ലാവരും നമ്മൾ എന്ത് ചെയ്താലും അതെല്ലാം പോസിറ്റീവായിട്ട് മാത്രം അവസാനിക്കുമെന്ന് ചിന്തിക്കാം. ഓക്കെ, ആൻഡ് ക്ലാസ് വൈസ് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, എല്ലാം നല്ലതായിട്ട് തന്നെ ക്ലാസ്സസ് കിട്ടും. സർട്ടിഫിക്കറ്റ്സ് ഓൾസോ വിൽ ബി പ്രൊവൈഡഡ്. ഓക്കെ, എവരിതിങ് വിൽ ബി ഓക്കെ. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ പാർട്ട് കൂടി ക്ലിയർ ആക്കുക, പഠിക്കുക, പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അന്നു തന്നെ പഠിക്കുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ മോക്ക് ടെസ്റ്റുകളൊക്കെ തരുന്നതൊക്കെ നിങ്ങളൊന്ന് എഴുതിയൊക്കെ വെച്ചോ. ഇറ്റ് വിൽ ഹെൽപ്പ് യു ഫോർ യുവർ എക്സാം. ഓക്കെ, എക്സാമിന് അത് നിങ്ങളെ സഹായിക്കും. ഓക്കെ ഓക്കെ ആണ്. അപ്പൊ എല്ലാവരും അപ്പൊ വൺസ് അഗൈൻ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ന്യൂ പ്രോജക്ട് അല്ലെ. നിങ്ങൾ ഒരു പുതിയ ഇതിലേക്ക്, ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ അതിന് എല്ലാവരും നന്നായിട്ടൊക്കെ ചെയ്യാം. സമയത്തിന് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സൂചിപ്പിച്ചാൽ മതി. ആ മിസ്സിനോട്, വരുന്ന മാഡത്തിനോട് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ടോപ്പിക്കിനെ സംബന്ധിച്ചല്ല, അല്ലാതെ എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. അതവിടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ സമയം പോവുകയും, ടീച്ചറെ ഞങ്ങൾക്ക് ഇങ്ങനെ കാര്യത്തെ കുറിച്ച് സംശയമുണ്ട്, അതിനാ മിസ്സിനൊന്ന് വിളിക്കാം, അപ്പൊ തന്നെ സമയം പോകും. അപ്പൊ ഒരു സംശയം ക്ലിയർ ചെയ്യാനുണ്ട്, നിഷ മാമിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവര് വിളിക്കും, പറഞ്ഞോളൂ. ഓക്കെ ആണോ? ഹാപ്പി ആണോ എല്ലാവരും? ഹാപ്പി ആണോ എല്ലാവരും? ഇനിയും ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തില് ഇനിയും ടെൻഷൻ ആയിട്ടിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുകളിലൊക്കെ കാണാം. 25-ാം തീയതി മറക്കണ്ട കേട്ടാ. ക്ലാസ് തുടങ്ങുന്നത് തേഴ്സ്ഡേ ആണ്. നിങ്ങളുടെ സമയം 1:30 ആണ്. 1:30 എന്ന് പറയുമ്പോൾ 1:25 കയറി ജോയിൻ ചെയ്തിരുന്നു. ടീച്ചേഴ്സ് വരും. അപ്പോ നിങ്ങൾ ക്ലാസ്സുകൾ നന്നായിട്ടൊക്കെ നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എനി ഡൗട്ട്സ്? ഇല്ലല്ലോ. ഈ ക്ലാസ് എടുക്കുമ്പോഴും ഇതുപോലെയൊക്കെ തന്നെ നമ്മൾ ഓൾ മ്യൂട്ട് ഒക്കെ ചെയ്തിരിക്കണം കേട്ടാ. എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കണേ, അല്ലെങ്കിൽ പ്രശ്നമാവും. ടീച്ചർമാര് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ആരെങ്കിലും മ്യൂട്ട് ചെയ്യുക, ബ്രേക്ക് ആവും സൗണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആകില്ല. ഓക്കെ,
എല്ലാവരും ഇതുപോലെ നല്ല അനുസരണയുള്ള കുട്ടികളെ പോലെ ഒക്കെ ഇരിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.